ഓരോ ദിവസത്തെയുമുള്ള വരവ് ചിലവ് കണക്കുകൾ നമുക്ക് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ള ഫോണിലുള്ള ഗൂഗിൾ ശശി എന്നത്. അതിന് നമ്മൾ ഞാനിവിടെ ഒരു ഉദാഹരണം കാണിക്കുകയാണ്. ഏതാനും ദിവസങ്ങളും ഒന്നാമത്തേത് കോളത്തിൽ ഡേറ്റ് കൊടുത്തു. പിന്നെ അതിനുശേഷം ഏത് ആള് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിന് ആണ് നമ്മൾ ഈ ഇടപാട് നടത്തുന്നത്, കൊടുക്കുക വാങ്ങുക ഏതായാലും പോട്ടെ. പിന്നെ അത് എന്ത് കാര്യത്തെയാണ് പാർട്ടിക്കുലേഴ്സ്. പിന്നെ അടുത്തത് ക്യാഷ് ഐറ്റംസ്. അതിൽ നമ്മൾ ഏത് നിലക്ക് കൊടുത്തു, ക്യാഷ് ഹാൻഡ് അതല്ലെങ്കിൽ അക്കൗണ്ട് വഴിക്കോ, അത് കൊടുത്തോ, കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ കിട്ടാനുണ്ടോ, അതുപോലെ വരവാണോ അത് ചിലവാണോ ഒക്കെ അതിൽ വരും. പിന്നെ ലാസ്റ്റ് ക്യാഷ് ഏത് എത്ര ക്യാഷ് കൊടുത്തു അല്ലെങ്കിൽ കിട്ടി ആ സംഖ്യ. ഇങ്ങനെ ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഈ ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണമല്ല എന്താ വെച്ചാൽ ഡേറ്റ് മാത്രമേ നമ്മൾ എഴുതി പോകണുള്ളൂ. ഇവിടെ ഇൻപുട്ടുകൾ കുറച്ചുകൊണ്ട് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുക എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡേറ്റ് കൊടുത്ത് അങ്ങനെ ഡേറ്റുകൾ കുറേ കൊടുത്തിങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും, ആ ഡേറ്റിൻ്റെ ആ ദിവസത്തെ കണക്ക് നമ്മളൊക്കെ കിട്ടും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ആ ആഴ്ച, അതായത് ഒരു ഡേറ്റ് ഒരു വർഷത്തെ ഏത് ആഴ്ചയിലാണ് വരുന്നതെങ്കിൽ ആ ആഴ്ച, ഇപ്പോൾ ഉദാഹരണത്തിന് 1/1/2024 ആകുമ്പോൾ ആദ്യത്തെ ആഴ്ചയാണല്ലോ, അതായത് 2024 വർഷത്തെ ആദ്യത്തെ ആഴ്ചയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ഒക്കെ ആകുമ്പോൾ രണ്ടാമത്തെ ആഴ്ചയായി. അങ്ങനെ ആ മാസം കഴിയുമ്പോൾ 4-ാമത്തെ അല്ലെങ്കിൽ 5-ാമത്തെ ആഴ്ചയായി ഫെബ്രുവരിക്ക് വരുമ്പോൾ. അപ്പം അങ്ങനെ ഓരോ ആഴ്ചകളുടെയും ഒന്നാമത്തെ ആഴ്ച ഇത്ര വരവ് ഇത്ര ചിലവ് അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ഇന്ന വിഭാഗത്തിന് എന്നൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ പിന്നെ അത് ഡേറ്റ് കൊടുത്തുകൊണ്ട് ഒന്ന് ദിവസം കിട്ടും, രണ്ടാമത് ആഴ്ച കിട്ടും. പിന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ ഫെബ്രുവരിത്തെ കണക്കിൽ വരും. അപ്പോൾ മാസം കിട്ടും. മാർച്ച് ഏപ്രിൽ അങ്ങനെ മാസം കിട്ടാൻ സൗകര്യമാണ്. പിന്നെ അതുപോലെ പിന്നെ വേറെ പിന്നെ ടോട്ടൽ കൂട്ടുമ്പോൾ പിന്നെ വർഷത്തെ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് അതിൽ കിട്ടും. ഡേറ്റ് മാത്രം നമ്മളവിടെ എഴുതി പോയാൽ മതി, അത് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ അതേപോലെ നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ ആളുകളുടെ പേരാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് വിഭാഗത്തെയാണ് അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റാണ് എന്നാണ്. അപ്പോൾ അത് ഇന്ന വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ABC മാർക്കറ്റ്, അവിടെ നിന്നാണ് നമ്മൾ സാധനം വാങ്ങുന്നത് എങ്കിൽ ആ ABC മാർക്കറ്റ് എന്നുള്ളതിൽ ഇങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ ആ ഡേറ്റ് കൊടുത്തുകൊണ്ട് അവിടെ ABC മാർക്കറ്റ് കൊടുത്തു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് കൊടുത്താൽ അങ്ങനെ 3-4 വട്ടം കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്കതിൻ്റെ ABC മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ വാങ്ങി എത്ര വാങ്ങി അതിൻ്റെ ഫുള്ള് കണക്കും അത് ഓട്ടോമാറ്റിക്കലി വേറെ ഭാഗത്ത് ജനറേറ്റായിട്ട് വരും, ഫിൽറ്റർ ഫങ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നാണ് പാർട്ടിക്കുലേഴ്സ്. അതും ഇതേപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ഇനങ്ങളാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് വാങ്ങലാണോ വിൽക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ ഭക്ഷണമാണ്, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് വർക്കാണ്, അല്ലെങ്കിൽ സാലറി കൊടുത്താണ് കിട്ടിയതാണ്, അല്ലെങ്കിൽ വാഹന പെട്രോൾ അടിച്ചതാണ്, അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിയതാണ്. ഇങ്ങനെ നമ്മൾ ഡെയിലി വരുന്ന അല്ലെങ്കിൽ മരുന്ന് വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടാണ്, ഏതെന്ന് വെച്ചാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ എത്രയെന്ന് ടോട്ടൽ നമുക്ക് അതങ്ങനെ ഓരോ ഭാഗത്ത് അതിൻ്റെ കണക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ അതേപോലെ നമുക്ക് നമ്മൾ ക്യാഷ് ഐറ്റം ഏത് ഐറ്റത്തേക്കാണ്, അതായത് ക്യാഷ് ഹാൻഡാണോ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടാണോ, അത് വരവാണോ ചിലവാണോ, അതുപോലെ കൊടുക്കാനാണോ കൊടുത്തോ അല്ലെങ്കിൽ കിട്ടാനുള്ളതാണോ, അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് അതൊക്കെ അതിനനുസരിച്ച് മാറി വരും. പിന്നെ അതേപോലെ ക്യാഷ് എത്രയാണ് സംഖ്യയെങ്കിൽ ആ സംഖ്യയും ഇതൊക്കെ അവിടെ നമ്മൾ ഇൻപുട്ടുകൾ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ഈ 5 ഐറ്റം നമ്മൾ പൂരിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അതിന് പല നിലക്കുള്ള ഔട്ട്പുട്ടുകൾ നമുക്കതിൽ കിട്ടുന്നതാണ്. അതിന് ഓരോ ഉദാഹരണങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഡേറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊന്ന് നമുക്ക് കിട്ടുന്നത് ആ ഡേറ്റത്തെ, അതായത് ഏത് ഡേറ്റ് കൊടുത്തെങ്കിൽ ആ ദിവസം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1/1/2024 നമ്മൾ വെച്ചാൽ ആ ഡേറ്റ് സെറ്റ് ചെയ്താൽ അന്നത്തെ എല്ലാ കണക്കും വന്നു. ഇനി ഡേറ്റ് വേറെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ കണക്കായോ. ഇങ്ങനെ ഓരോ ഡേറ്റിൻ്റെയും നമ്മൾ എത്ര ഡേറ്റ് ഉപയോഗിക്കണമെങ്കിൽ അത്രയും ഡേറ്റിൻ്റെ വിഷയങ്ങൾ ഇവിടെ അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് കണക്കുകൾ ആ ദിവസം ആ ഡേറ്റ് കണക്കുകൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. പിന്നെ ആഴ്ചയിലെ നിശ്ചിത ആഴ്ചയിലെ ഇടപാടുകൾ അറിയാനാണ്. പിന്നെ അപ്പോൾ ആഴ്ചയുടെ 4-ാമത്തെ ആഴ്ച എന്തൊക്കെയുണ്ടായി, അല്ലെങ്കിൽ 1-ാമത്തെ ആഴ്ച അന്നത്തെ വരവ് ചിലവ്, അന്നത്തെ കൊടുത്തത് കിട്ടിയത്, അന്നത്തെ എല്ലാ കണക്കും ഇവിടെ വന്നു. പിന്നെ 2-ാമത്തെ ആഴ്ച, 3-ാമത്തെ ആഴ്ച, ഇങ്ങനെ 4-ാമത്തെ. ഇപ്പോൾ ഈ ഒരു 4-5 മാസം വരുമ്പോൾ ഒരു 19-20 ആഴ്ചകളാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ സെറ്റായി വന്നോളും. അപ്പോൾ ആഴ്ചയിലെ കണക്കുകളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. പിന്നെ ഓരോ മാസത്തെ കണക്കുകൾ, ഇപ്പോൾ നമ്മളിവിടെ ജനുവരി മാസത്തെ കണക്കുകളാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇനി അത് നമ്മൾ ജനുവരി മാറ്റിയിട്ട് അത് ഫെബ്രുവരി ആക്കണമെങ്കിൽ ഫെബ്രുവരി മാസത്തെ എല്ലാ കണക്കും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടി. അത് നമ്മൾ വരവ് ചിലവ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഏതൊക്കെ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. ഞാൻ നമ്മൾ മാർച്ചിലത്താണെങ്കിൽ മാർച്ചിലത്തായി, പിന്നെ ഏപ്രിലത്തെ ആണെങ്കിൽ ഏപ്രിലത്തെ, പിന്നെ മെയ്, അങ്ങനെ 5 മാസത്താണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടാൻ സൗകര്യമാണ്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ അധികം അധ്വാനം വേണ്ടി വരുന്നില്ല. കാരണം ഇൻപുട്ടുകൾ നമ്മൾ കുറച്ച് കൊടുക്കും, പക്ഷേ ധാരാളം ഔട്ട്പുട്ടുകൾ കിട്ടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അത് ഏതൊക്കെ രൂപത്തെയാണ് പൈസ ഏത് രൂപത്തെയാണ് കൊടുത്ത് വാങ്ങിയത്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, അതാണ് ഇവിടെ. അതുപോലെ ഏതൊക്കെ ആളുകൾ, ഇതൊക്കെ അതിൽ വരും. ആ സംഖ്യ നമ്മൾ ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സൗകര്യമാണ്. പിന്നെ അതേപോലെ പിന്നെ ലാസ്റ്റ് ഇതാണ് ഏതൊക്കെ ഐറ്റം, ഇവിടെ ധാരാളം ഐറ്റങ്ങളുണ്ട്. ആ ഐറ്റങ്ങൾ ഏതൊക്കെ നമ്മൾ ചിലവ് വെച്ചതെങ്കിൽ അത് നമുക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ കണക്ക് പെട്ടെന്ന് കിട്ടാനിത് സൗകര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ.